ആഗോള രാഷ്ട്രീയവും ഊർജ്ജ വിപണിയും തമ്മിലുള്ള ബന്ധം ഏറെ സങ്കീർണമാണ്. പ്രത്യേകിച്ച് റഷ്യ-യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം എണ്ണവിലയിലുണ്ടായ മാറ്റങ്ങൾ പല രാജ്യങ്ങളുടെയും സാമ്പത്തിക നയങ്ങളെ വരെ ബാധിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യൻ ക്രൂഡ് എണ്ണ വലിയ ഡിസ്കൗണ്ടിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ലഭിച്ചിരുന്നു. അതുവഴി ഇന്ത്യക്ക് വലിയ സാമ്പത്തിക ലാഭവും ലഭിച്ചു. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറുകയാണ്. 30 ദിവസത്തേക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ US അനുമതി നൽകിയെങ്കിലും ഇന്ത്യക്ക് തിരിച്ചടിയായി എണ്ണവില മാറുകയാണ്. നേരത്തെ ഡിസ്കൗണ്ടിൽ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന റഷ്യൻ എണ്ണ ബ്രെന്റ് ക്രൂഡിനേക്കാൾ $4 മുതൽ $5 പ്രീമിയത്തിലാണ് ഇപ്പോൾ വിൽക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ബാരലിന് $13 വരെ ഇളവിൽ എണ്ണ ലഭിച്ചിരുന്നിടത്താണ് ഇപ്പോൾ ഇത് സംഭവിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $92.69 വ്യാപാരം നിലവിൽ നടക്കുന്നത്. ഇതുപ്രകാരം ഇന്ത്യക്ക് റഷ്യൻ എണ്ണ ലഭിക്കുന്നത് $96-97. വിവിധ ഉപരോധങ്ങളുടെ ഭാഗമായി തടഞ്ഞുവെച്ച കപ്പലുകളിൽ നിന്നുള്ള ഇടപാടുകൾ ഉൾപ്പെടെ ഏപ്രിൽ 3 വരെ റഷ്യൻ എണ്ണ വാങ്ങാനാണ് ഇന്ത്യക്ക് അനുമതിയുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ദശലക്ഷക്കണക്കിന് ബാരൽ റഷ്യൻ എണ്ണയാണ് സംഭരിക്കുന്നത്. പൊതുമേഖലാ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, മംഗളൂരു റിഫൈനറി എന്നിവ വിതരണ വേഗത്തിലാക്കാൻ വ്യാപാരികളുമായി ചർച്ച നടത്തുകയാണ് എന്ന് ബിസിനസ് ടുഡേ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ പൊതുമേഖലാ കമ്പനികൾ ഇതുവരെ 20 മില്യണാണ് ബാരൽ റഷ്യൻ എണ്ണ വാങ്ങിയിട്ടുള്ളത്. ഫെബ്രുവരിയിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം $13 ഡിസ്കൗണ്ടിലാണ് 2 കാർഗോ റഷ്യൻ എണ്ണ വാങ്ങിയത്. 2023 സാമ്പത്തിക വർഷം മുതൽ ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരാണ് റഷ്യ. നിലവിൽ ഹോർമോസ് വഴി മധ്യേഷ്യയിൽ നിന്നുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെയാണ് റഷ്യൻ വിതരണക്കാർ ഡിസ്കൗണ്ട് പിൻവലിച്ചത്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ബാരലിന് $62 ആയിരുന്നു ബ്രെന്റ് ക്രൂഡിന്റെ വില. വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കകൾ ഉയർന്നതോടെയാണ് എണ്ണവില $92.69 എത്തിയത്. 2025 സാമ്പത്തിക വർഷത്തിൽ റഷ്യൻ എണ്ണയുടെ 35% ഇന്ത്യയാണ് വാങ്ങിയിരുന്നത്. എന്നാൽ റഷ്യയിലെ മുൻനിര എണ്ണ വിതരണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലൂക്കോയിലിനും US ഉപരോധം ഏർപ്പെടുത്തിയതോടെ ഇറക്കുമതി കുറഞ്ഞു. എങ്കിലും ജനുവരിയിൽ പ്രതിദിനം ഇന്ത്യ 1.16 ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്തു എന്നാണ് കണക്ക്. ഇത് ഇന്ത്യക്ക് പുതിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. ഒരിക്കൽ കുറഞ്ഞ വിലയിൽ ലഭിച്ചിരുന്ന ഊർജ്ജ ഉറവിടം ഇപ്പോൾ കൂടുതൽ ചെലവേറിയതാകുമ്പോൾ റഷ്യ ഇന്ത്യക്ക് പണി കൊടുത്തോ എന്ന ചോദ്യവും ഉയരുകയാണ്. ആഗോള രാഷ്ട്രീയവും വ്യാപാര താല്പര്യങ്ങളും തമ്മിലുള്ള ഈ മാറുന്ന ബന്ധത്തിൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. റഷ്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ, അന്താരാഷ്ട്ര വിപണിയിലെ ആവശ്യവും വിതരണവും, ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ തന്ത്രങ്ങളും എല്ലാം ചേർന്നാണ് ഈ പ്രശ്നത്തിന്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്ഥിരതയുള്ളതും കുറഞ്ഞ ചെലവിലുള്ളതുമായ ഊർജ്ജ വിതരണം അനിവാര്യമാണ്. അതിനാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളികളും അതിജീവന മാർഗങ്ങളും വിലയിരുത്തേണ്ടതുണ്ട്. റഷ്യയുടെ വിലനയം ഇന്ത്യക്ക് തിരിച്ചടിയായോ അല്ലെങ്കിൽ ആഗോള വിപണിയിലെ സാധാരണ മാറ്റത്തിന്റെ ഭാഗമാണോ എന്നതും പരിശോധിക്കേണ്ടതാണ്. റഷ്യൻ എണ്ണയുടെ വില ഉയർന്ന സാഹചര്യത്തിൽ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. എന്നാൽ അത് ഇന്ത്യയെ പൂർണ്ണമായും പ്രതിസന്ധിയിലാക്കുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ്. ഇന്ത്യ ഒരു വലിയ ഊർജ്ജ ഉപഭോക്തൃ രാജ്യമായതിനാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വൈവിധ്യമാർന്ന സ്രോതസ്സുകൾ ഇതിനകം തന്നെ രാജ്യത്തിനുണ്ട്. അതിനാൽ റഷ്യയിൽ മാത്രം ആശ്രയിച്ചുള്ള തന്ത്രമല്ല ഇന്ത്യയുടേത്. റഷ്യ ഇപ്പോൾ പ്രീമിയം വിലയ്ക്ക് എണ്ണ വിൽക്കുന്നത് ചിലർ ഇന്ത്യക്ക് നേരെയുള്ള തന്ത്രപരമായ നീക്കമായി കാണുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അത് ആഗോള വിപണിയിലെ ആവശ്യ വിതരണ മാറ്റങ്ങളുടെ പ്രതിഫലനമായിരിക്കാം. യുദ്ധ സാഹചര്യങ്ങൾ, ഉപരോധങ്ങൾ, ഗതാഗത ചെലവ്, ഇൻഷുറൻസ് പ്രശ്നങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ എല്ലാം ചേർന്നാണ് ഈ വില വർധന രൂപപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഈ സാഹചര്യം അതിജീവിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായുള്ള കരാറുകൾ ശക്തിപ്പെടുത്തുക, മറ്റു വിതരണ രാജ്യങ്ങളുമായി ദീർഘകാല കരാറുകൾ ചെയ്യുക, പുതുക്കാവുന്ന ഊർജ്ജത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുക തുടങ്ങിയ നീക്കങ്ങൾ ഇന്ത്യക്ക് സഹായകരമാകും. കൂടാതെ ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന നയങ്ങളും ഇറക്കുമതി ചെലവ് കുറയ്ക്കാൻ സഹായിക്കും. അതിനാൽ ആഗോള രാഷ്ട്രീയവും സാമ്പത്തിക താല്പര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് മുന്നിൽ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അവയെ മറികടക്കാനുള്ള ശേഷിയും തന്ത്രങ്ങളും രാജ്യത്തിനുണ്ട്. ദീർഘകാലത്തിൽ നോക്കുമ്പോൾ ഈ പ്രതിസന്ധി ഇന്ത്യയെ കൂടുതൽ വൈവിധ്യമാർന്നതും സ്വയം പര്യാപ്തവുമായ ഊർജ്ജ നയത്തിലേക്ക് നയിക്കാനുള്ള അവസരമായും മാറാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ.